أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹദ്റത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യത്തെക്കുറിച്ചും ദാനധർമ്മങ്ങളെക്കുറിച്ചുമുള്ള ചില നിവേദനങ്ങളാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഒരു നിവേദനം ഇപ്രകാരമാണ്. ഹദ്റത്ത് അബൂ സയ്യിദ് ഖുദരിയിൽ നിന്നും നിവേദനം. അൻസാറുകളിൽ നിന്നുള്ള ചില ആളുകൾ നബി തിരുമേനിയുടെ സമക്ഷത്തിൽ വന്ന് സഹായമർത്ഥിച്ചു. അദ്ദേഹം അവർക്ക് നൽകി. വീണ്ടും അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അവർക്ക് നൽകി. വീണ്ടും അവർ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം വീണ്ടും അവർക്ക് നൽകി. അങ്ങനെ അദ്ദേഹത്തിന്റെ പക്കൽ ഒന്നും അവശേഷിക്കാത്ത സ്ഥിതിയായി. അദ്ദേഹം പറയുന്നു, എൻ്റെ പക്കൽ എന്തു ധനമുണ്ടായാലും ഞാൻ അത് നിങ്ങളിൽ നിന്നും ഒരിക്കലും തന്നെ മറച്ചു വയ്ക്കുന്നതല്ല. അതേസമയം സഹായം അർത്ഥിക്കുന്നതിൽ നിന്നും ആര് വിട്ടുനിൽക്കുന്നുവോ അള്ളാഹു അവനെ സ്വയം രക്ഷിക്കുന്നതുമാണ്. അങ്ങനെ സഹായം അർത്ഥിക്കുന്നതിനെ കുറിച്ചുള്ള ഉപദേശവും നൽകി. ആരാണോ ഭൗതിക ധനത്തിൽ നിന്നും നിരാശ്രയനാകാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു അവനെ അതിൻ്റെ ആശ്രയമില്ലാത്തവനാക്കും. ആരാണ് സ്വന്തം ആഗ്രഹങ്ങൾ അടിച്ചമർത്തി ക്ഷമിക്കുന്നത് അള്ളാഹു അവന് ക്ഷമ പ്രദാനം ചെയ്യും. ക്ഷമയേക്കാൾ വലിയ വിശാലവും ഉത്തമവുമായ ഒരു അനുഗ്രഹവും ആർക്കും ഇതുവരെ നൽകപ്പെട്ടിട്ടില്ല. ചില പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ആവശ്യങ്ങളിലും ക്ഷമ കൈക്കൊള്ളുക എന്നത് അത്യാവശ്യമാണ്. അള്ളാഹു അതിന് പ്രതിഫലം നൽകുന്നു. ഹസ്രത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു. ഞാൻ ഒരു അനുസരണയില്ലാത്ത ഒട്ടും വഴങ്ങാത്ത യുവ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. എൻ്റെ പിതാവ് ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒട്ടകമായിരുന്നു. അത് എന്നെ നിസ്സഹായനാക്കി മറ്റുള്ളവരെ മറികടന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുമായിരുന്നു. ഹദ്രത്ത് ഉമർ അതിനെ വിരട്ടി നിർത്തി. അതായത് ആ ഒട്ടകത്തോട് കർശനമായി പെരുമാറി അതിനെ തടഞ്ഞു. അതിനെ ശബ്ദമിട്ട് പിന്നിലാക്കി. അടിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്തിരിക്കാം. ഏതായാലും ഒട്ടകങ്ങളെ തെളിക്കുന്ന രീതി അനുസരിച്ച് അദ്ദേഹം അതിനോട് പെരുമാറി. അതിൽ ആ ഒട്ടകം പിന്നിലായി. വീണ്ടും അത് മറ്റുള്ളവരുടെ ഒട്ടകങ്ങളെക്കാൾ മുന്നോട്ട് പോവുകയും ഹദ്രത്ത് ഉമർ അതിനെ ശാസിക്കുകയും പിന്നിലാക്കുകയും ചെയ്തു. ആദരസൂചകമായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു ഒട്ടകമോ യാത്രക്കാരനോ മുന്നോട്ട് കടക്കാതിരിക്കാനായിരുന്നു അപ്രകാരം ചെയ്തിരുന്നത്. ഒരു ഒട്ടകവും നബി തിരുമേനിയുടെ ഒട്ടകത്തെക്കാൾ മുന്നോട്ട് പോകുന്നത് ഹദ്രത്ത് ഉമറിന് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അത് കണ്ടിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഈ ഒട്ടകം എനിക്ക് വിലക്ക് തന്നാലും. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ, ഇത് താങ്കളുടെ തന്നെയാണല്ലോ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, എനിക്കിത് കാശിന് വിൽക്കുക. അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് വിറ്റു. പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബ്ദുല്ല ബിൻ ഉമർ, ഈ ഒട്ടകം ഇനി നിന്റേതാണ്. ഇത് നീ ആഗ്രഹിക്കുന്ന പോലെ ഉപയോഗിക്കുക. സമ്മാനം നൽകുന്നതിനുള്ള ഒരു വിചിത്രമായ രീതിയായിരുന്നു അത്. അദ്ദേഹം അവർക്ക് മുന്നിൽ തെളിയിച്ചു കൊടുത്തതും അവർക്ക് വ്യക്തമാക്കി കൊടുത്തതും ഇതായിരുന്നു. അതായത് ഒട്ടകം എന്നതൊരു മൃഗം മാത്രമാണ്. അത് ഇപ്രകാരം മുന്നോട്ട് പോയെന്ന് കരുതി ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ ഈ ഒട്ടകം എൻ്റെ ഭാഗത്ത് നിന്ന് സമ്മാനമായി നൽകപ്പെട്ടതാണ്. ഇത് യാത്രാമൃഗങ്ങളിൽ മുന്നോട്ട് പോയാലും നബി തിരുമേനി സമ്മാനമായി നൽകിയ ഒട്ടകമാണ് മുന്നോട്ട് പോയത് എന്ന് മാത്രമാണ് ഇനി പറയാനാകുക. ഹദ്രത്ത് ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞാൻ ഒരു യുദ്ധത്തിലായിരുന്നു. എൻ്റെ ഒട്ടകത്തിൻ്റെ വേഗത മന്ദഗതി പ്രാപിച്ചു. അത് ക്ഷീണിച്ചപ്പോൾ ഞാൻ നബി തിരുമേനിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അടുത്ത് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ജാബിർ? ഞാൻ പറഞ്ഞു, ഉവ്. അദ്ദേഹം പറഞ്ഞു, എന്താണ് പ്രശ്നം?
ഞാൻ പറഞ്ഞു ഒട്ടകത്തിൻ്റെ വേഗത കുറഞ്ഞു, അത് തളർന്നു പോയി, അതുകൊണ്ടാണ് ഞാൻ പിന്നിലായി പോയത്. അപ്പോൾ അദ്ദേഹം സ്വന്തം ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങി തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് അതിനെ വലിച്ച് നീക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി കയറിക്കൊള്ളുക. ഞാൻ കയറി. അത് എത്ര വേഗത പ്രാപിച്ചു എന്ന് ഞാൻ കണ്ടു. നബി തിരുമേനിയേക്കാളും മുന്നോട്ട് അത് പോകാൻ തുടങ്ങി, കുതിക്കാൻ തുടങ്ങി. അതിനാൽ എനിക്ക് അതിനെ തടയേണ്ടി വന്നു. പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, താങ്കൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ, നിക്കാഹ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു അതെ, ഉവ്വ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നോക്കൂ, താങ്കൾ വീട്ടിലെത്താൻ പോവുകയാണ്. എത്തുമ്പോൾ ബുദ്ധിപൂർവ്വം വളരെ ശ്രദ്ധയോടെ വീട്ടിൽ പെരുമാറുക, വീട്ടിൽ നല്ല പെരുമാറ്റം കാഴ്ചവെക്കണം. തുടർന്ന് അദ്ദേഹം ചോദിച്ചു, താങ്കൾ ഈ ഒട്ടകത്തെ എനിക്ക് വിലക്ക് നൽകുമോ? ഞാൻ പറഞ്ഞു, ശരി, വിൽക്കാം. അങ്ങനെ അദ്ദേഹം എന്നിൽ നിന്ന് അതൊരു ഓക്കിയ വെള്ളിക്ക്, അതായത് 40 ദർഹം നൽകി വാങ്ങി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് മുമ്പ് തന്നെ മദീനയിലെത്തി. ഞാൻ പിറ്റേന്ന് രാവിലെയാണ് എത്തിയത്. ഞങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ മസ്ജിദിൻ്റെ വാതിൽക്കൽ തന്നെ വെച്ച് കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴാണോ എത്തിയത്? ഞാൻ പറഞ്ഞു, അതെ, ഇപ്പോഴാണ് എത്തിയത്. അദ്ദേഹം പറയുന്നു, നിന്റെ ഒട്ടകത്തെ ഇവിടെ വിടുക, പള്ളിയിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കുക. അങ്ങനെ ഞാൻ ഉള്ളിൽ പോയി നമസ്കരിച്ചു. ഹസ്രത്ത് ബിലാലിനോട് അദ്ദേഹം പറയുന്നു, ഇദ്ദേഹത്തിന് ഒരു ഓക്കിയ വെള്ളി തൂക്കി നൽകുക, 120 ഗ്രാം. ഹസ്രത്ത് ബിലാൽ തൂക്കി എനിക്ക് നൽകി. തൂക്കത്തിൽ ത്രാസ് താഴ്ത്തി, അതായത് അല്പം കൂടുതൽ തന്നെ നൽകി. പിന്നീട് ഞാൻ തിരിഞ്ഞു നടന്നു. അദ്ദേഹം പറയുന്നു, ജാബിറിനെ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പറയുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദേശം നൽകി. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇപ്പോൾ അദ്ദേഹം എൻ്റെ ഒട്ടകം എനിക്ക് തിരികെ നൽകിയാലോ? അദ്ദേഹം വാങ്ങിയത് എനിക്ക് തിരികെ നൽകുന്നതിനേക്കാൾ അനിഷ്ടകരമായ മറ്റൊരു കാര്യവും എനിക്കില്ല. അദ്ദേഹം പറയുന്നു, ഒട്ടകം എടുത്തുകൊള്ളുക, അതിൻ്റെ വിലയും ഇനി താങ്കളുടേത് തന്നെ. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്. ഹദ്റത്ത് ജാബിർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, അതിനുശേഷം ഞാനൊരു ജൂതനെ കണ്ടുമുട്ടി. ഞാൻ ഈ നടന്നതൊക്കെ അവനോട് പറഞ്ഞപ്പോൾ അവൻ അങ്ങേയറ്റം അത്ഭുതം കൂറിക്കൊണ്ട് ചോദിച്ചു, അദ്ദേഹം വിലയും തിരികെ നൽകി, ഒട്ടകവും തിരികെ നൽകിയോ? ഞാൻ പറഞ്ഞു, അതെ, അങ്ങനെ തന്നെ ചെയ്തു. അദ്ദേഹം പറയുന്നു, നബി തിരുമേനി നൽകിയ ഈ സമ്മാനത്തിൽ എത്രമാത്രം അനുഗ്രഹം വർഷിച്ചെന്നാൽ പ്രവാചക കാലഘട്ടത്തിലും നബിയുടെ കാലഘട്ടത്തിലും ഹദരത്ത് അബൂബക്കറിന്റെ കാലഘട്ടത്തിലും ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹുമയുടെ കാലഘട്ടത്തിലും വരെ ആ ഒട്ടകം ജീവിച്ചിരുന്നു, ദീർഘായുസ് പ്രാപിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാത്ത മാതൃകയും തർബിയത്ത്, സുശിക്ഷണവും, അതുപോലെ കുവത്തെ ഖുദ്സി, വിശുദ്ധ ശക്തിയുടെയും സ്വാധീനമായിരുന്നു എല്ലാ സ്വഹാബികളുടെയും മേൽ ഉണ്ടായിരുന്നത്. ഹദരത്ത് ഖദീജയുടെ മേലും ഈ സ്വാധീനം, പ്രഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടും ഭയക്കാതെ അവർ തങ്ങളുടെ ധനം മുഴുവനും അദ്ദേഹത്തെ ഒന്നടങ്കം ഏൽപ്പിച്ചത്. ഇപ്രകാരം നിവേദനം ചെയ്യപ്പെടുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നു. അദ്ദേഹം അല്പം ചിന്താവിഷ്ടനായിരുന്നു. ഹദരത്ത് ഖദീജ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് പറ്റിയത്? അദ്ദേഹം പറഞ്ഞു, ക്ഷാമ കാലഘട്ടമാണ്, എല്ലാവർക്കും ക്ഷാമമാണ്. എനിക്ക് മഹദിയോട് ചോദിക്കാൻ നാണം തോന്നുന്നു. നിങ്ങളുടെ ഈ ധനം ചെലവാക്കിയാൽ ധനം തീർന്നു പോകുമല്ലോ. അഥവാ ചെലവാക്കിയില്ലെങ്കിൽ ഞാൻ ചെലവാക്കാതിരുന്ന കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ഹദരത്ത് ഖദീജ റളിയല്ലാഹു അൻഹ ഖുറൈശികളേക്ക് വിളിച്ചു കൂട്ടി. അവരിൽ ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉണ്ടായിരുന്നു. ഹദരത്ത് അബൂബക്കർ വിവരിക്കുന്നു, ഖദീജ ദീനാറുകളൊക്കെ പുറത്തെടുത്ത് അവയുടെ കൂമ്പാരം ഉണ്ടാക്കി. ധനത്തിന്റെ ആധിക്യം കാരണം എൻ്റെ മുന്നിൽ ആരാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അത്ര വലിയ കുന്നുകൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഹദരത്ത് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും സാക്ഷിയായിരിക്കുക, ഈ ധനമെല്ലാം ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് ചെലവാക്കാം, വേണമെങ്കിൽ ഇത് ഇഷ്ടാനുസരണം തൻ്റെ പക്കൽ സൂക്ഷിക്കുകയുമാകാം. അദ്ദേഹത്തിന്റെ അങ്ങനെ ആ ചിന്ത അകറ്റാൻ വേണ്ടി അവർ അത് നൽകി. വേണ്ടത്ര അദ്ദേഹം ചെലവാക്കിക്കൊള്ളട്ടെ എന്ന് കരുതി. ഹദരത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഒരാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായി അദ്ദേഹത്തോട് എന്തോ ആവശ്യപ്പെട്ടു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ പക്കൽ ഇപ്പോൾ ഒന്നുമില്ല, താങ്കൾ എൻ്റെ പേരിൽ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക, എൻ്റെ പക്കൽ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ അത് കടം തീർക്കാം. അതിൽ ഹദരത്ത് ഉമർ പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ, താങ്കൾ ഈ വ്യക്തിക്ക് മുമ്പ് നൽകിയിട്ടുണ്ട്, താങ്കളുടെ കഴിവിലില്ലാത്തതിന് അള്ളാഹു താങ്കളെ ഉത്തരവാദിയാക്കിയിട്ടില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹദരത്ത് ഉമറിന്റെ വാക്ക് അത്ര രസിച്ചില്ല. അപ്പോൾ അൻസാറുകളിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞു, അള്ളാഹിന്റെ റസൂലേ, താങ്കൾ ചിലവാക്കിക്കൊള്ളുക, അർശിന്റെ നാഥനായ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ദാരിദ്ര്യത്തെ
ഭയപ്പെടാതിരിക്കുക. അൻസാരിയുടെ ഈ വാക്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്ത് വിളയാടാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് തന്നെയാണ് എന്നോടും കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അഹ്ലുസുഫ മുസ്ലിങ്ങളുടെ അതിഥികളായിരുന്നു. എവിടെയെങ്കിലും പോയി വിശ്രമിക്കാൻ അവർക്ക് വീടും കൂടി ഉണ്ടായിരുന്നില്ല. ആരുടെയെങ്കിലും അടുത്ത് പോയി താമസിക്കാൻ വേണ്ടപ്പെട്ടവരാരും അവർക്കുണ്ടായിരുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ വല്ല സദക്കയും വരുമ്പോൾ അദ്ദേഹം അത് അവർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. അതിൽ നിന്ന് സ്വയം ഒന്നും എടുക്കുമായിരുന്നില്ല, കാരണം അത് ഹറാമായിരുന്നു. അദ്ദേഹത്തിന് സദക്ക നിഷിദ്ധമായിരുന്നു. അത് വെറും ദരിദ്രർക്ക് വേണ്ടിയുള്ളതായിരുന്നു. എന്നാൽ വല്ല സമ്മാനവും പാരിതോഷികം വരുമ്പോൾ അദ്ദേഹം അഹ്ലുസുഫയും വിളിക്കും. അതിൽ നിന്ന് സ്വന്തം എടുക്കുകയും അല്പം എടുക്കുകയും ബാക്കിയുള്ളത് അവർക്ക് നൽകുകയും ചെയ്യുമായിരുന്നു. സമ്മാനം വരുമ്പോൾ അതിൽ നിന്ന് അവർക്ക് വീതിച്ച് നൽകുമായിരുന്നു. ഔദാര്യത്തോടൊപ്പം അനുകമ്പയുടെയും തർബിയത്തിന്റെയും എത്ര ഉയർന്ന നിലവാരമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് നോക്കുക. ഇതിനെക്കുറിച്ച് ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഒരിക്കൽ ഒരു ബദവി ഗ്രാമീണൻ വന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. നിവേദകൻ ഇക്രിമയാണ്. അദ്ദേഹം പറയുന്നു, എൻ്റെ അഭിപ്രായത്തിൽ അവൻ ദിയത്തിന്റെ ബ്ലഡ് മണിയുടെ കാര്യത്തിൽ സഹായം ചോദിച്ചുകൊണ്ട് വന്നതായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന് ചിലത് നൽകി. തുടർന്ന് അദ്ദേഹം അറിഞ്ഞു, ഞാൻ താങ്കളോട് നല്ല രീതിയിലാണോ പെരുമാറിയത്, തൃപ്തിയായോ എന്ന് ചോദിച്ചു. അതിന് ആ ഗ്രാമീണൻ പറഞ്ഞു, അല്ല, താങ്കൾ എന്നോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടില്ല. ഇത് കേട്ട് ചില മുസ്ലിങ്ങൾ കോപാകുലരായി അവരുടെ നേരെ ചാടി വീഴാൻ നോക്കി, അയാളെ പിടികൂടാൻ നോക്കി. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആംഗ്യത്തിലൂടെ അതിൽ നിന്ന് തടഞ്ഞു, അരുതെന്ന് പറഞ്ഞു. ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് തൻ്റെ വീട്ടിലേക്ക് പോയി ആ ഗ്രാമീണനെ വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, താങ്കൾ നമ്മുടെ അടുത്ത് വന്നു, സഹായമർത്ഥിച്ചു, നാം നൽകി, താങ്കൾ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. താങ്കൾക്കറിയാമോ താങ്കൾ എന്താണ് പറഞ്ഞതെന്ന്? ഞാൻ നീതി കാണിച്ചില്ലെന്ന് താങ്കൾ പറഞ്ഞു. തുടർന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് അവന് വീണ്ടും നൽകി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ താങ്കളോട് ഞാൻ നല്ല രീതിയിൽ പെരുമാറിയോ? ഗ്രാമീണൻ പറഞ്ഞു, തീർച്ചയായും. അള്ളാഹു താങ്കളുടെ വീട്ടുകാർക്കും ഗോത്രക്കാർക്കും ഇതിന് മികച്ച പ്രതിഫലം നൽകുമാറാകട്ടെ. അത് കേട്ടപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു, താങ്കൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മോട് സഹായം അർത്ഥിച്ചു, നാം അപ്പോൾ താങ്കൾക്ക് നൽകി. എന്നാൽ താങ്കളുടെ മനസ്സിൽ വന്നത് ഒക്കെ താങ്കൾ വിളിച്ചു പറഞ്ഞു, ചിന്തിക്കാതെയും മനസ്സിലാക്കാതെയുമാണ് പറഞ്ഞത്. എൻ്റെ സ്വഹാബത്തിന്റെ ഹൃദയത്തിൽ താങ്കളെക്കുറിച്ച് അല്പം ദേഷ്യം കാണപ്പെടുന്നുണ്ട്, താങ്കൾ അങ്ങനെ സംസാരിച്ചതിനാൽ. അതിനാൽ താങ്കൾ പുറത്തു പോകുമ്പോൾ എൻ്റെ മുന്നിൽ പറഞ്ഞത് തന്നെ അവരുടെ മുന്നിലും ആവർത്തിക്കുക. അവരുടെ നെഞ്ചുകളിലുള്ള വിദ്വേഷം അങ്ങനെ നീങ്ങിപ്പോകുന്നതാണ്. അതായത് താങ്കൾ നീതി കാണിച്ചു എന്ന് പറഞ്ഞത് അവിടെയും ചെന്ന് പറയുക. നിവേദകൻ പറയുന്നു, ആ ഗ്രാമീണൻ വന്നപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഈ കൂട്ടുകാരൻ നമ്മുടെ അടുത്ത് വന്ന് സഹായം ചോദിച്ചു, അപ്പോൾ നാം അവന് നൽകി. അവൻ്റെ മനസ്സിൽ വന്നതൊക്കെ അവൻ വിളിച്ചു പറഞ്ഞു, നാം അവന് വീട്ടിൽ വിളിച്ചു കൂടുതൽ നൽകി. ഇപ്പോൾ അവൻ വളരെ സന്തുഷ്ടനായിരിക്കുന്നു എന്നാണ് അവൻ പറയുന്നത്, അങ്ങനെയല്ലേ? ആ ഗ്രാമീണൻ മറുപടി നൽകി, അതെ, അള്ളാഹു താങ്കൾക്കും കുടുംബത്തിനും ഗോത്രക്കാർക്കും നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എൻ്റെയും ഈ ഗ്രാമീണന്റെയും ഉദാഹരണം ഒരു പെൺ ഒട്ടകമുള്ള വ്യക്തിയെ പോലെയാണ്. ആ ഒട്ടകം വിരണ്ടോടുകയും ആളുകൾ അതിന് പിന്നാലെ ഓടുകയും ചെയ്യുന്നു. അത് കണ്ട് ആ ഒട്ടകം കൂടുതൽ വിരണ്ടോടുന്നു. ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ അപ്പോൾ പറയും, എന്നെയും എൻ്റെ ഒട്ടകത്തെയും വിടുക, കാരണം ഞാൻ അതിനോട് കൂടുതൽ സൗമ്യതയോടെയാണ് പെരുമാറുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, എങ്ങനെയാണ് ഒട്ടകത്തെ മെരുക്കേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ അതിന് പിന്നാലെ ഓടിയാൽ അത് കൂടുതൽ വിരണ്ടോടും. എന്നിട്ട് ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ അതിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. അതിനായി കുറച്ച് പുല്ലെടുത്ത് അതിനെ തൻ്റെ അടുത്തേക്ക് മാടി വിളിച്ചു. കയ്യിൽ പുല്ല് പിടിച്ച് ഒട്ടകത്തിന്റെ അടുത്തേക്ക് വന്നു. അത് അവന്റെ അടുത്തേക്ക് വന്നു. അയാൾ അതിന്മേൽ ജീനി വെച്ച് ഇരിപ്പിടം വെച്ച് അതിൽ കയറി. അദ്ദേഹം പറയുന്നു, പുല്ല് തിന്നാൻ ഒട്ടകം അടുത്തേക്ക് വരും, അത് പുല്ല് കണ്ടുകൊണ്ട് ഓടി വരും. അടുത്ത് വരുമ്പോൾ അതിന് കടിഞ്ഞാണിട്ടാൽ മതി. പിന്നീട് അദ്ദേഹം പറയുന്നു, ആ ഗ്രാമീണൻ കഠിനമായ പരുഷമായ വാക്കുകൾ പറഞ്ഞപ്പോൾ അവനോട് കാഠിന്യം കാണിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ നിങ്ങളുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, അവനോട് കാഠിന്യം കാണിക്കാൻ നിങ്ങൾ അനുവദിച്ചിരുന്നെങ്കിൽ അവൻ നരകാഗ്നിയിൽ പ്രവേശിക്കുമായിരുന്നു. എന്നാൽ ഞാൻ അവരെ രക്ഷിച്ചു, ഇപ്പോൾ അവൻ സന്തുഷ്ടനായിരിക്കുന്നു. ഇതായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൽകുന്നതിൻ്റെ ദാനധർമ്മങ്ങളുടെ രീതി.
വീട്ടിലേക്കും കൊണ്ടുപോയി, വീട്ടിലും ചെന്ന് നൽകി. വീട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ നോക്കൂ, എൻ്റെ വീട്ടിൽ അങ്ങനെ സുഖലോലുപതയുടെ സാധനങ്ങളൊന്നുമില്ല എന്ന് കാണിച്ചു കൊടുക്കാനാണ് കൊണ്ടുപോയത്. എന്നാൽ ഉള്ളത് ഞാൻ നൽകുകയാണെന്ന് പറഞ്ഞു. ആ ഗ്രാമീണനും അതിൽ സമാധാനം കൊണ്ടു. ഹദരത്ത് റബി ബിൻ മുഅവ്വിദ് ബിൻ അഫ്ര വിവരിക്കുന്നു, എൻ്റെ പിതാവ് മുഅവ്വിദ് ബിൻ അഫ്ര എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു അതായത് ഏകദേശം 2.5-3 കിലോഗ്രാം പുതിയ ഈത്തപ്പഴങ്ങൾ നൽകി അയച്ചു. അതിന് മുകളിൽ ചെറിയ ചെറിയ വെള്ളരിക്കകൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവ വളരെ പുതിയതായിരുന്നു, ഫ്രഷ് ആയിരുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വെള്ളരി വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ ബഹ്റയിൽ നിന്നും ആഭരണങ്ങൾ വന്നു. അദ്ദേഹം അതിൽ നിന്ന് ഒരു പിടി നിറയെ എനിക്ക് നൽകി, ആ ആഭരണങ്ങളിൽ നിന്ന്. മറ്റൊരു നിവേദനത്തിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് എൻ്റെ കൈവെള്ള നിറയെ ആഭരണമോ സ്വർണമോ നൽകി. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഇത് ധരിച്ചു കൊള്ളുക, ഇതാണ് ഏറ്റവും നല്ല നിലയിലുള്ള പ്രത്യുപകാരം, മടക്കി നൽകൽ. ഈത്തപ്പഴങ്ങൾക്കും വെള്ളരികൾക്കും പകരമായി സ്വർണ്ണാഭരണങ്ങളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ കടമുള്ള ഏതെങ്കിലും വ്യക്തിയുടെ ജനാസ വരുമ്പോൾ അദ്ദേഹം ആദ്യം തിരക്കും, അവൻ തൻ്റെ കടം വീട്ടാൻ വല്ല ധനവും ബാക്കി വെച്ചിട്ടുണ്ടോ? ആളുകൾ അതേ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ജനാസ നമസ്കരിക്കുമായിരുന്നു. അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് പറയുമായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ജനാസ, സഹോദരൻ്റെ ജനാസ നമസ്കരിപ്പിച്ചു കൊള്ളുക. അള്ളാഹു അദ്ദേഹത്തിന് വിജയങ്ങൾ നൽകിയപ്പോൾ, യുദ്ധവിജയങ്ങൾ നൽകിയപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ മുസ്ലിങ്ങൾക്ക് അവരുടെ ബന്ധുമിത്രാദികളെക്കാൾ കൂടുതൽ അടുപ്പമുള്ളവനാണ്. അതുകൊണ്ട് മോമിനിയങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെടുകയും അവൻ കടം അവശേഷിപ്പിക്കുകയും ചെയ്താൽ അത് അടച്ചു തീർക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. ആരെങ്കിലും വല്ല ധനവും ബാക്കി വെച്ചാൽ അത് അവൻ്റെ അനന്തരാവകാശികൾക്കുള്ളതാണ്. കടമുണ്ടെങ്കിൽ അത് ഞാൻ അടച്ചു തീർക്കും. എന്നാൽ അവന് ധനമാണ് അനന്തരാവകാശമായി ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്ക് തന്നെ നൽകുക. അബ്ദുള്ള ഹൗസനി നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅസ്സിൻ, ബാങ്ക് വിളിക്കാരനായ ഹദരത്ത് ബിലാലിനെ ഞാൻ ഹലബ് എന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. ഞാൻ പറഞ്ഞു, അല്ലയോ ബിലാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിലവ് ചെയ്യുന്ന രീതി എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. അദ്ദേഹം പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി ഏർപ്പാടുകൾ ചെയ്തിരുന്നത്. അള്ളാഹു അദ്ദേഹത്തെ നിയോഗിച്ച സമയം മുതൽ, നുബുവത്ത് തുടങ്ങിയത് മുതൽ, ഞാൻ ബയ്യത്ത് ചെയ്ത് സമയം മുതൽ ഞാൻ തന്നെയായിരുന്നു അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം വരെ അത് തുടർന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏതെങ്കിലും മുസ്ലിം വന്നുകൊണ്ട് അവൻ്റെ പക്കൽ വസ്ത്രമില്ല എന്ന് കാണുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പോയി കടം വാങ്ങി അവന് വേണ്ടി ചാദർ വാങ്ങിച്ച്, ശീല വാങ്ങിച്ച് പുതപ്പിക്കുമായിരുന്നു, അവന് ഭക്ഷണം നൽകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ മുശ്രിക്കുകളിൽ നിന്നുള്ള ഒരാൾ, ഒരു വിഗ്രഹാരാധകൻ എന്നെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, അല്ലേ ബിലാൽ, എൻ്റെ പക്കൽ ഒരുപാട് ധനമുണ്ട്, നീ എന്നിൽ നിന്ന് കടം വാങ്ങിച്ചു കൊള്ളുക. പിന്നെ ഞാൻ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം ഞാൻ വുളു ചെയ്ത് ബാങ്ക് നൽകാൻ വേണ്ടി നിന്നപ്പോൾ അതേ മുശ്രിക്ക് കച്ചവടക്കാരുടെ ഒരു സംഘത്തോടൊപ്പം വന്നെത്തി. അവൻ എന്നെ കണ്ടപ്പോൾ പറയാൻ തുടങ്ങി, അല്ലേ ഹബ്ഷി. ഞാൻ പറഞ്ഞു, ഉവ്. അവൻ എൻ്റെ നേരെ വെറുപ്പോടെ നോക്കുകയും എന്നോട് കഠിനമായ വാക്കുകൾ സംസാരിക്കുകയും ചെയ്തു. അവൻ എന്നോട് പറയാൻ തുടങ്ങി, നിനക്കറിയാമോ നിനക്കും മാസത്തിനുമിടയിൽ എത്ര ദിവസം ഇനി ബാക്കിയുണ്ടെന്ന്? അതായത് കടമെടുക്കാൻ ഉണ്ടാക്കിയ കരാറിന്റെ അവധി എത്ര മാസമായിരുന്നു അത് തീരാൻ? ഇന്ന തീയതിക്കുള്ളിൽ അടച്ചു തീർക്കാം, അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ അടച്ചു തീർക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അവൻ ചോദിച്ചു, എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് വല്ല ഓർമ്മയുമുണ്ടോ? അതായത് ബിലാൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു, അത് അടുത്ത് തന്നെയാണെന്ന് എനിക്കറിയാം, അടുത്ത ദിവസങ്ങളിൽ തന്നെ നൽകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, നിനക്കും അതിനുമിടയിൽ വെറും 4 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ കടം വീട്ടാൻ നിശ്ചയിക്കപ്പെട്ട വ്യവസ്ഥയുള്ള ദിവസത്തിന് ഇനി വെറും 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നിന്റെ ചുമതലയുള്ളത് കാരണം ഞാൻ നിന്നെ ഒരിക്കൽ പിടികൂടും, എന്നിട്ട് നിന്നെ ഞാൻ ഇതിനു മുമ്പായിരുന്ന അതേ അവസ്ഥയിലേക്ക് തിരിച്ചയക്കും, അതായത് ആടുമാടുകളെ മേയ്ക്കുന്ന അവസ്ഥയിലേക്ക്. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന അതേ അവസ്ഥ, ആശങ്ക എൻ്റെ ഹൃദയത്തിലും ഉണ്ടായി. ഹദരത്ത് ബിലാൽ പറയുന്നു, എനിക്ക് വലിയ മനപ്രയാസമുണ്ടായി. അങ്ങനെ ഞാൻ ഇശ നമസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക് തിരികെ വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി വീട്ടിൽ പോകാൻ അനുവാദം ചോദിച്ചു. അദ്ദേഹം എനിക്ക് അനുമതി നൽകി. രാത്രി ഞാൻ പോയി. ഞാൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിൽ ഹാജരായി. അപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ മാതാപിതാക്കൾ താങ്കൾക്ക് കുർബാനാകട്ടെ, തെണ്ടമാകട്ടെ.
ഞാൻ ഏത് മുഷ്രിക്കിൽ നിന്നാണോ കടം വാങ്ങിക്കൊണ്ടിരുന്നത് അവൻ എന്നോട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. എനിക്ക് വേണ്ടി താങ്കൾക്ക് അടച്ചു തീർക്കാൻ കഴിയുന്നതൊന്നും താങ്കളുടെയും പക്കലില്ല. കാരണം താങ്കൾ എന്നോട് ഇവന് വാങ്ങിച്ചു കൊടുക്കുക, അവന് ഇന്നത് വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കടം വാങ്ങിയായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ താങ്കളുടെ പക്കലുമില്ല, എൻ്റെ പക്കലുമില്ല. അവൻ എന്നെ അഭിമാനിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. മുസ്ലിങ്ങളായ ഏതെങ്കിലും ഗോത്രങ്ങളിലേക്ക് പോയിക്കൊള്ളാൻ എനിക്ക് അനുവാദം നൽകുക, പുതുതായി മുസ്ലിങ്ങളായ ഗോത്രങ്ങളിലേക്ക് പോകാൻ. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എനിക്ക് വേണ്ടി അടച്ചു തീർക്കാൻ കഴിയുന്നത് ലഭിക്കുന്നത് വരെ ഞാൻ അവിടെ തുടരുന്നതാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ വീട്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ വീട്ടിലെത്തി അവിടെ നിന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം വാങ്ങി ഞാൻ വീട്ടിലേക്ക് ചെന്നു. എൻ്റെ വാളും എൻ്റെ സഞ്ചിയും എൻ്റെ ചെരുപ്പും എൻ്റെ പരിചയും എൻ്റെ തലക്കൽ തന്നെ വെച്ചു, റെഡിയായി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രഭാതം പൊട്ടി വിടരുമ്പോൾ തന്നെ ഞാൻ ഇവിടുന്ന് പുറപ്പെടും എന്ന് ഞാൻ തീരുമാനിച്ചുറച്ചു. അദ്ദേഹം പറയുന്നു, രാവിലെ തന്നെ ഒരാൾ ഓടി വന്ന് എന്നെ വിളിച്ചു, ഹേ ബിലാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരാകുക. അദ്ദേഹം പറയുന്നു, ഞാൻ നടന്ന് പോയി അവിടത്തേക്ക് പോയി. യാത്ര പോകുന്നതിന് പകരം നബി തിരുമേനിയുടെ സന്നിധിയിൽ ഞാൻ പോയി ഹാജരായി. അപ്പോൾ 4 പെണ്ണൊട്ടകങ്ങൾ സാധനങ്ങൾ കയറ്റിയ നിലയിൽ സാധനങ്ങൾ വഹിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പോകാൻ അനുവാദം ചോദിച്ചു. അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ഇപ്പോൾ യാത്ര തിരിക്കുകയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സന്തോഷവാനായിക്കൊള്ളുക, അള്ളാഹു താങ്കൾക്ക് കടം വീട്ടാനുള്ള സംവിധാനം ഒരുക്കി തന്നിരിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഇവിടെ ഇരിക്കുന്ന 4 ഒട്ടകങ്ങളെ താങ്കൾ കണ്ടില്ലേ? ഞാൻ പറഞ്ഞു, തീർച്ചയായും കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അവയുടെ കഴുത്തുകളും അവയിലുള്ളതെല്ലാം താങ്കൾക്കുള്ളതാണ്. അതായത് ആ ഒട്ടകങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള ധനവും ധാന്യവും ഒക്കെ തന്നെ താങ്കളുടേതാണ്. അതിൽ ഫിദ്ക്കിലെ തലവൻ എനിക്ക് സമ്മാനമായി കൊടുത്തയച്ച വസ്ത്രങ്ങളും ധാന്യങ്ങളുമുണ്ട്. അവ എടുത്തുകൊള്ളുക, താങ്കളുടെ കടം വീട്ടുക. അതായത് ബിലാൽ പറയുന്നു, ഞാൻ അപ്രകാരം തന്നെ ചെയ്തു. പിന്നീട് ഞാൻ മസ്ജിദിലേക്ക് പോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു, ഉപവിഷ്ടനായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് അസ്സലാമു അലൈക്കും പറഞ്ഞു. അദ്ദേഹം പറയുന്നു, എന്തൊക്കെയായി കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമതലയുണ്ടായിരുന്ന എല്ലാ ബാധ്യതകളും അള്ളാഹു തീർത്തിരിക്കുന്നു. ഇനി യാതൊരു ബാധ്യതയും കടവും അവശേഷിക്കുന്നില്ല. അദ്ദേഹം ചോദിച്ചു, എന്നിട്ടും വല്ലതും മിച്ചമുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. അദ്ദേഹം പറയുന്നു, നോക്കൂ, താങ്കൾ ഈ ധനത്തിൽ നിന്ന് എനിക്ക് ആശ്വാസം നൽകുക, അതായത് മിച്ചം വന്നതിൽ നിന്നും ആശ്വാസം നൽകുക. അത് പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവാക്കുക. കാരണം താങ്കൾ അത് കൊടുത്ത് എനിക്ക് ആശ്വാസം നൽകുന്നവരെ ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്ത്, ഭാര്യമാരുടെ അടുത്തേക്ക് പോകുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശ നമസ്കരിച്ചപ്പോൾ എന്നെ വിളിച്ചു പറയുന്നു, എന്തൊക്കെയായി കാര്യങ്ങൾ? അതായത് വിതരണം ചെയ്യാൻ പറഞ്ഞ ബാക്കി വന്ന ധനത്തിന് എന്ത് സംഭവിച്ചു? ഹദരത്ത് ബിലാൽ പറയുന്നു, ഞാൻ പറഞ്ഞു, ആരും തന്നെ വാങ്ങാൻ ഞങ്ങളുടെ അടുത്ത് വന്നില്ല. അതെൻ്റെ പക്കൽ അതുപോലെ തന്നെ കിടപ്പുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മസ്ജിദിൽ തന്നെ കഴിച്ചു കൂട്ടി. തിരുനബി പറഞ്ഞു, എന്നാൽ ഞാനും വീട്ടിൽ പോകുന്നില്ല, പള്ളിയിൽ തന്നെ നിൽക്കുന്നതാണ്. അടുത്ത ദിവസം അദ്ദേഹം ഇശ നമസ്കരിച്ചപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, എന്തായി താങ്കളെ ഏൽപ്പിച്ച കാര്യം? അദ്ദേഹം പറയുന്നു, ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹു താങ്കൾക്ക് അതിൽ നിന്നും ആശ്വാസം നൽകിയിരിക്കുന്നു. അദ്ദേഹം അള്ളാഹുവിൻ്റെ മഹത്വവും അവൻ്റെ സ്തുതിയും പ്രകീർത്തിച്ചു. സുബ്ഹാനല്ലാഹ് പറഞ്ഞു. അതായത് ധനം വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണം വന്നെത്തുകയും തിരുനബിയുടെ മരണം വരുന്നെത്തുകയും ആ ധനം അദ്ദേഹത്തിൻ്റെ പക്കൽ അവശേഷിക്കുകയും ചെയ്യുമോ എന്ന ഭയത്താൽ ആയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചു, പ്രകീർത്തിച്ചു. അത് ബിലാൽ പറയുന്നു, പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി. അങ്ങനെ അദ്ദേഹം തൻ്റെ ഭാര്യമാരുടെ അടുത്തേക്ക് പോയി ഓരോരുത്തർക്കും സലാം ചൊല്ലി. എന്നിട്ട് അദ്ദേഹം ഊഴമനുസരിച്ച് ഒരു ഭാര്യയുടെ അടുത്ത് കഴിച്ചു കൂട്ടി. അത് ഉമ്മു സുംബല വിവരിക്കുന്നു, ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു സമ്മാനവുമായി ഹാജരായി. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. ഞങ്ങൾ സമ്മാനങ്ങൾ സ്വീകരിക്കാറില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നിട്ട് പറഞ്ഞു, ഉമ്മു സുംബലയുടെ സമ്മാനം നിങ്ങൾ സ്വീകരിച്ചാലും, കാരണം അവർ നമ്മുടെ തന്നെ ഗ്രാമവാസികൾപ്പെട്ട ആളാണ്, സ്ത്രീയാണ്. അതുപോലെ നമ്മൾ അവരുടെ നഗരവാസികൾപ്പെട്ടവരുമാണ്. പിന്നീട് അദ്ദേഹം അവരുടെ സമ്മാനം സ്വീകരിച്ചു. അവർക്ക് ഇന്ന താഴ്വരകൾ നൽകി. അതായത് ആ സമ്മാനവും വാങ്ങി. പിന്നീട് അതിന് പകരമായി ഒരു മുഴുവൻ പ്രദേശം തന്നെ സമ്മാനിച്ചു. നേരത്തെയും വിവരിച്ചതുപോലെ കുറഞ്ഞ സമ്മാനത്തിന് പകരമായും അദ്ദേഹം വളരെയധികം കനിഞ്ഞരുളുമായിരുന്നു. ഹദരത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് സുബൈറിന് അദ്ദേഹത്തിന്റെ കുതിര എത്തുന്നത് വരെയുള്ള ഭൂമി സ്വത്തായി നൽകാൻ കൽപ്പിച്ചു. കുതിരയെ ഓടിക്കുക, അത് എവിടെ ചെന്ന് നിൽക്കുന്നു ആ പ്രദേശം മുഴുവൻ താങ്കളുടേതാകും. യുദ്ധവിജയങ്ങൾക്ക് ശേഷം വിശാലമായ പ്രദേശം തന്നെ മുസ്ലിങ്ങൾക്ക്
ലഭിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ കുതിരയെ ഓടിച്ചു അത് ഒരു സ്ഥലത്ത് ചെന്ന് നിന്നു. അത് നിന്നപ്പോൾ കുറച്ചും കൂടി ഭൂമി ലഭിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാട്ടവാർ, കുതിരയെ അടിക്കുന്ന ചാട്ടവാർ എടുത്ത് വലിച്ചെറിഞ്ഞു. അത് വളരെ ദൂരെ പോയി വീണു. അപ്പോൾ അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ചാട്ടവാർ വീണത് വരെയുള്ള പരിധി ഭൂമി നൽകുക, പരിധി വരെയുള്ള ഭൂമി അളന്ന് നൽകുക. അതായത് ആ കുതിരയുടെ ചാട്ടവാർ എവിടം വരെ എറിഞ്ഞുവോ അവിടം വരെയുള്ള ഭൂമി അവന് പതിച്ചു നൽകുക. ഹദരത്ത് ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഒരിക്കൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര പോവുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം മറ്റാളുകളും ഉണ്ടായിരുന്നു. ഈ സംഭവം അദ്ദേഹം ഹുനൈനിൽ നിന്ന് മടങ്ങി വരുമ്പോഴുള്ളതാണ്. ചില ബദ്വികൾ, ഗ്രാമീണർ വഴിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ പൊതിഞ്ഞു ചൂടി അദ്ദേഹത്തോട് സഹായം ചോദിക്കാൻ തുടങ്ങി. അവർ അദ്ദേഹത്തെ എത്രമാത്രം നിർബന്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കരിവേല മരത്തിന്, ബബൂൽ മരത്തിന് അടുത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പുതപ്പ് ആ മരത്തിൽ ഉടക്കി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു. ചില നിവേദനങ്ങളിൽ പുതപ്പ് ഉടക്കിയപ്പോൾ അവർ അത് വലിക്കാൻ തുടങ്ങി. അതിനാൽ അദ്ദേഹത്തിന്റെ കഴുത്തിൽ പാടുകൾ വീണെന്നും വന്നിട്ടുണ്ട്. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ പുതപ്പ് എനിക്ക് തിരിച്ചു നൽകുക. എൻ്റെ അടുത്തുള്ള ഈ മുള്ളുടെ മരങ്ങളുടെ എണ്ണത്തിന് കണക്കായ ഒട്ടകങ്ങളും ആടുമാടുകളൊക്കെ ഉണ്ടായിരുന്നാലും തീർച്ചയായും ഞാൻ അവ നിങ്ങൾക്കിടയിൽ വീതിക്കുമായിരുന്നു. നിങ്ങൾ എന്നെ ഒരിക്കലും പിശുക്കനായോ നുണയനായോ ഭീരുവായോ കാണുമായിരുന്നില്ല. ഈ സംഭവം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്, മക്ക വിജയത്തിൽ നിന്നും ഹുനൈൻ യുദ്ധത്തിൽ നിന്നും ഒഴിവായ ശേഷം പരാജയപ്പെട്ട ശത്രുക്കളുടെ പിഴകളിൽ നിന്നും, ഫൈനുകളിൽ നിന്നും, യുദ്ധകളത്തിൽ ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളിൽ നിന്നും ശേഖരിക്കപ്പെട്ട ധനം, യുദ്ധമുതലുകൾ, സമരാർജിത സ്വത്തുക്കൾ മുഴുവനും പതിപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സൈന്യത്തിന് വിതരണം ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഈ അവസരത്തിൽ അദ്ദേഹം ഈ ധനം മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിന് പകരം മക്കയിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള ആളുകൾക്കിടയിൽ വിതരണം ചെയ്തു. ഈ ആളുകളുടെ ഉള്ളിൽ ഇതുവരെയും ഈമാൻ പൂർണ്ണമായും ഉണ്ടായിട്ടില്ലായിരുന്നില്ല. പലരും അപ്പോഴും കാഫിർ തന്നെയായിരുന്നു. മുസ്ലിങ്ങളായവരും പുതുതായി മുസ്ലിങ്ങളായവരുമായിരുന്നു. ഒരു സമൂഹം തങ്ങളുടെ ധനം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നത് അവർക്ക് തികച്ചും പുതിയ കാര്യമായിരുന്നു. ഈ ധനത്തിന്റെ വിതരണത്തിൽ അവരുടെ ഹൃദയത്തിൽ നന്മയും ഭക്തിയും ജനിക്കുന്നതിന് പകരം അവരിൽ അത്യാഗ്രഹം കൂടുതലുണ്ടായി. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും തടിച്ചുകൂടി കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തെ അവർ തള്ളി ഒരു മരത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചു. അദ്ദേഹത്തിൻ്റെ തോളിൽ കിടന്നിരുന്ന പുതപ്പ് ഒരാൾ പിടിച്ചു വലിച്ച് അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്ന രീതിയിൽ തിരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറയുന്നു, അല്ലയോ ജനങ്ങളെ, എൻ്റെ പക്കൽ ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ അതും ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകുമായിരുന്നു. നിങ്ങളെന്നെ ഒരിക്കലും പിശുക്കനായോ ഭീരുവായോ കാണുമായിരുന്നില്ല. തുടർന്ന് അദ്ദേഹം തൻ്റെ പെണ്ണൊട്ടകത്തിൻ്റെ അടുത്തേക്ക് പോയി അതിൻ്റെ ഒരു രോമം പറിച്ചു ഉയർത്തിപ്പിടിച്ച് കാണിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, ഹുമുസ് അഥവാ 1/5 വീതമല്ലാതെ നിങ്ങളുടെ ധനത്തിൽ നിന്നും ഈ രോമത്തിൻ്റെ അളവ് പോലും എനിക്ക് ആവശ്യമില്ല. അറബികളുടെ നിയമപ്രകാരം ഭരണകൂടത്തിന് വീതമായി ലഭിക്കുന്നതായിരുന്നു ഹുമുസ്. ആ 1/5 ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിനായിരുന്നില്ല ചെലവാക്കുന്നത്, മറിച്ച് അതും നിങ്ങളുടെ കാര്യങ്ങൾക്കാണ് ചെലവാക്കുന്നത്. ഓർക്കുക, വഞ്ചന കാണിക്കുന്ന മനുഷ്യൻ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ആ വഞ്ചന കാരണം അപമാനിതനാകുന്നതാണ്. അദ്ദേഹം തുടർന്ന് ഈ സംഭവിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാജാധികാരം ആഗ്രഹിച്ചിരുന്നു എന്ന് ആളുകൾ പറയുന്നു. രാജാക്കന്മാരും പ്രജകളും തമ്മിലുള്ള ബന്ധം ഇപ്രകാരമാണോ എന്ന് നോക്കുക. രാജാവിനെ ഇപ്രകാരം തള്ളിക്കൊണ്ടുപോകാനും അദ്ദേഹത്തിന്റെ കഴുത്തിൽ തുണിയിട്ട് ശ്വാസം മുട്ടിക്കാനും ആർക്കെങ്കിലും ധൈര്യമുണ്ടാകുമോ? അള്ളാഹുവിന്റെ ദൂതന്മാർക്കൊഴികെ, പ്രവാചകന്മാർക്കൊഴികെ ആർക്കാണ് ഈ മാതൃക കാണിക്കാൻ കഴിയുക? തബൂക്ക് യുദ്ധത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സുന്ദരമായ കുതിര ലഭിച്ചു. അതിന്റെ ശബ്ദം വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. പിന്നീട് ഒരു അൻസാരി തിരുനബിയോട് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ താങ്കൾക്ക് കുർബാനാകട്ടെ, ഈ കുതിര എനിക്ക് നൽകിയാലോ? അദ്ദേഹം പറയുന്നു, ഇനി മുതൽ ഇത് താങ്കളുടേത് തന്നെ. ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മരണരോഗാവസ്ഥയിൽ പറയുന്നു, അല്ലയോ ആയിഷ, സ്വർണത്തിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? സ്വർണം എന്തെങ്കിലും ബാക്കിയുണ്ടോ? അവർ സ്വർണത്തിന്റെ 5 or 10 നാണയങ്ങൾ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. അവ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം അവ തൻ്റെ കയ്യിൽ മറിച്ചു കൊണ്ട് നോക്കി. എന്നിട്ട് പറഞ്ഞു, തൻ്റെ അള്ളാഹുമായി കണ്ടുമുട്ടുകയും ഈ സ്വർണം തൻ്റെ പക്കലുണ്ടാകുകയും ചെയ്യുന്നതിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എത്രമാത്രം വ്യാകുലത ഉണ്ടായിരിക്കുന്നതാണ്. അലി ആയിഷ അവ ചെലവാക്കിക്കൊള്ളുക, അതായത് അവ വിതരണം ചെയ്യുക. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഒരിടത്ത് പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചു, നമ്മുടെ വീട്ടിൽ ഇനി എന്താണ് ബാക്കിയുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ 2 സ്വർണ്ണ നാണയങ്ങൾ എടുത്തു നൽകി. ഇതാണുള്ളതെന്ന് പറഞ്ഞു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ കൈവെള്ളയിൽ വെച്ചു. അദ്ദേഹം പറയുന്നു,
പിന്നിൽ 2 സ്വർണ്ണ നാണയങ്ങൾ ബാക്കി വെച്ചു പോകുന്ന ഒരു പ്രവാചകന്റെ അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് അപ്പോൾ തന്നെ അവ വിതരണം ചെയ്തു. ഹുനൈൻ യുദ്ധത്തിലെ യുദ്ധമുതലുകളുടെ വിവരണം ഇപ്രകാരം വന്നിരിക്കുന്നു. അവിടെ യുദ്ധമുതലായി 6000 അടിമകളായ സ്ത്രീ പുരുഷന്മാരെ ലഭിച്ചു. ചില നിവേദനങ്ങളിൽ 8000 എന്നും പറയപ്പെടുന്നു. 24,000-ത്തിലധികം ഒട്ടകങ്ങൾ ലഭിച്ചു. 40,000-ത്തിലധികം ആടുമാടുകളും 4000 ഓക്കിയ വെള്ളി, അതായത് ഏകദേശം 490 കിലോഗ്രാം വെള്ളി വരും. ഒരു ഓക്കിയ 10.5 തോലക്ക് തുല്യമാണ്, 150 ഗ്രാം. അദ്ദേഹം പറയുന്നു, യുദ്ധം മുതൽ വിതരണം ചെയ്യാനുള്ള തുടക്കം യുദ്ധം മുതൽ വിതരണം ചെയ്യാൻ തുടങ്ങിയത് തന്നെ പുതുതായി വന്ന ആളുകളുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ ഇണക്കുന്നതിന് വേണ്ടിയാണ്. അവരാണെങ്കിൽ അറേബ്യയിലെ പ്രമുഖ വ്യക്തികളായിരുന്നു. തങ്ങളുടെ ഗോത്രങ്ങളിൽ മഹത്വത്വത്തിൻ്റെയും ശ്രേഷ്ഠതയുടെയും പദവി വഹിച്ചവരായിരുന്നു. അവരുടെ ഹൃദയങ്ങളെ ഇണക്കാൻ അവർക്ക് സമ്മാനങ്ങൾ നൽകി. അദ്ദേഹം അവരിൽ ചിലർക്ക് 100 ഒട്ടകങ്ങൾ നൽകി, ചിലർക്ക് 50 ഒട്ടകങ്ങൾ നൽകി. വെള്ളിയും അടിമകളും ഇതിന് പുറമെയായിരുന്നു. അബൂ സുഫിയാൻ ബിൻ ഹർബിന് 100 ഒട്ടകങ്ങൾ നൽകി. അബൂ സുഫിയാൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വെള്ളിയുടെ ഒരു കൂമ്പാരം കണ്ടപ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, താങ്കൾ ഖുറൈശികളിൽ ഏറ്റവും വലിയ ധനാഢ്യനായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു. അബൂ സുഫിയാന് 40 ഓക്കിയ വെള്ളിയും 100 ഒട്ടകങ്ങളും നൽകി. അബൂ സുഫിയാൻ പറഞ്ഞു, എൻ്റെ മകൻ യസീദിനും എന്തെങ്കിലും നൽകിയാലും. അദ്ദേഹം അവനും 40 ഓക്കിയ വെള്ളിയും 100 ഒട്ടകങ്ങളും നൽകാൻ കൽപ്പിച്ചു. ഈ യസീദ് എന്ന് പറയുന്നത് അബൂ സുഫിയാന്റെ മകനായിരുന്നു, അല്ലാതെ കുപ്രസിദ്ധനായ യസീദ് അല്ല. ആ യസീദ് എന്ന് പറയുന്നത് അബൂ സുഫിയാന്റെ പേരക്കുട്ടിയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് അവൻ ഹദരത്ത് മുആവിയയുടെ മകനായിരുന്നു. ഏതായാലും അബൂ സുഫിയാൻ പറഞ്ഞു, അള്ളാഹിന്റെ റസൂലെ, എൻ്റെ മറ്റൊരു മകൻ മുആവിയക്കും എന്തെങ്കിലും നൽകിയാലും. അദ്ദേഹം അവനും 40 ഓക്കിയ വെള്ളിയും 100 ഒട്ടകങ്ങളും നൽകാൻ കൽപ്പിച്ചു. ഇതിൽ അബൂ സുഫിയാൻ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ താങ്കൾക്ക് കുർബാനാകട്ടെ, താങ്കൾ ഉദാരവാനാണ്. ഞാൻ താങ്കളോട് യുദ്ധങ്ങൾ ചെയ്തപ്പോൾ താങ്കൾ എത്ര നല്ല പോരാളിയായാണ് ഞാൻ കണ്ടത്. പിന്നീട് ഞാൻ താങ്കളോട് സന്ധി ചെയ്തപ്പോൾ എത്ര നല്ല സന്ധി ചെയ്യുന്നവനാണ് ഞാൻ കണ്ടത്. അള്ളാഹു താങ്കൾക്ക് നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ദാനത്തിൽ നിന്നും സമ്മാനത്തിൽ നിന്നും പ്രയോജനം ലഭിച്ചവരിൽ മക്കയിലൊരു പ്രമാണിയായ സഫ്വാൻ ബിൻ ഉമയ്യയും ഉണ്ടായിരുന്നു. ഇതേ സഫ്വാനിൽ നിന്നാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിനായി പടയങ്കികളും ആയുധങ്ങളും വായ്പ വാങ്ങിയത്. ഇയാൾ അവിശ്വാസിയായ അവസ്ഥയിൽ തന്നെ ഹുനൈൻ യുദ്ധത്തിലും പങ്കെടുത്തിരുന്നു. എന്നാൽ ഈ യുദ്ധത്തിൽ വെച്ച് തന്നെ അവന്റെ ഹൃദയ പരിവർത്തനം തുടങ്ങി. യുദ്ധം മുതൽ വിതരണം ചെയ്യുന്ന സമയം വന്നപ്പോൾ അദ്ദേഹം അവന് 100 ഒട്ടകങ്ങൾ നൽകി. സഹീ മുസ്ലിമിലെ നിവേദനം അനുസരിച്ച് 300 ഒട്ടകങ്ങൾ പ്രദാനം ചെയ്തു. മറ്റൊരു നിവേദനമുണ്ട്, ആ ദിവസങ്ങളിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താഴ്വരയിലൂടെ കടന്നു പോവുകയായിരുന്നു. അതിൽ യുദ്ധം മുതലായ ഒട്ടകങ്ങളും മാടുകളും ഉണ്ടായിരുന്നു. ആ താഴ്വര ഒട്ടകങ്ങളെ കൊണ്ടും ആടുകളെ കൊണ്ടും നിറഞ്ഞിരുന്നു. സഫാൻ ഇത്രയും ധനം കണ്ട് അത്ഭുതപ്പെട്ടു നോക്കി. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഹേ അബൂ വഹാബ്, അത് സഫാന്റെ വിളിപ്പേര് വിളിച്ചു പറഞ്ഞു, ഈ താഴ്വര നിന്നെ അത്ഭുതപ്പെടുത്തിയോ? അവൻ പറഞ്ഞു, അതെ. അദ്ദേഹം പറയുന്നു, ഈ ധനമെല്ലാം ഇനി നിന്റേതായിരിക്കുന്നു, നീ എടുത്തുകൊള്ളുക. സഫാൻ പെട്ടെന്ന് പറഞ്ഞു, താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. കാരണം ഇത്തരം ദാനം ഒരു പ്രവാചകന് മാത്രമേ ചെയ്യാൻ കഴിയൂ. മറ്റൊരു നിവേദനമനുസരിച്ച് സഫാൻ ബിൻ ഉമയ്യ സ്വയം വിവരിക്കുന്നു, അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഹുനൈനിലെ യുദ്ധമുതലുകൾ നൽകിയിരുന്നു. അതിന്റെ ഫലമായി ആദ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തിയായിരുന്നെങ്കിൽ, പിന്നീട് ഇതിന് ശേഷം താങ്കൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറി. ചുരുക്കത്തിൽ അദ്ദേഹം അറബികളുടെ വിവിധ നേതാക്കൾക്ക് നൽകിക്കൊണ്ടിരുന്നു. ഇവരുടെ എല്ലാം ആകെ എണ്ണം 50-ലധികം വരുമെന്ന് പറയപ്പെടുന്നു. ഹദരത്ത് അഖ്ദസ് മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിക്കുന്നു, നബിതങ്ങളുടെ പക്കൽ ഒരു സന്ദർഭത്തിൽ ധാരാളം ആടുകൾ ഉണ്ടായിരുന്നു. ഒരു അവിശ്വാസി പറഞ്ഞു, കേസറിന്റെയും കിസ്രയുടെയും പക്കൽ പോലുമില്ലാത്ത ആടുകൾ താങ്കളുടെ പക്കൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം അതെല്ലാം അവന് നൽകിയപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ഈമാൻ കൈക്കൊണ്ടു. പ്രവാചകനല്ലാതെ മറ്റാർക്കും ഇത്തരം മഹത്തായ ഔദാര്യം കാണിക്കാൻ കഴിയില്ലെന്ന് അവൻ മനസ്സിലാക്കി. അതിനുശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് സെയ്ദ് ബിൻ സാബിത്തിനോട് ബാക്കിയുള്ള ആളുകളെ വിളിക്കാൻ കൽപ്പിച്ചു. ബാക്കി വന്ന ധനം അവരിൽ യുദ്ധമുതലായി വിതരണം ചെയ്തു. ഓരോരുത്തർക്കും 4 ഒട്ടകങ്ങളോ അല്ലെങ്കിൽ 40 ആടുകളോ ലഭിച്ചു. ഇപ്രകാരം ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധം മുതൽ അദ്ദേഹം മുഴുവനായും ആളുകൾക്കിടയിൽ വിതരണം ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ ഈ വശം വളരെ ശ്രദ്ധേയമാണ്. മുസ്ലിങ്ങൾ ദരിദ്രരും
ധനമോ സമ്പത്തോ ഇല്ലാത്തവരുമായിരുന്നു, അതിനാലാണ് യുദ്ധങ്ങൾ ചെയ്തത്, പടനയിച്ചത് എന്ന് എതിരാളികൾ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ യുദ്ധങ്ങളെക്കുറിച്ചും ആരോപണം ഉന്നയിക്കുന്നു. ഈ കാര്യത്തിൽ അല്പമെങ്കിലും യാഥാർത്ഥ്യമുണ്ടായിരുന്നെങ്കിൽ ഹുനൈൻ യുദ്ധത്തിന്റെ യുദ്ധമുതലുകളുടെ വിതരണം മറ്റൊരു രീതിയിലാകുമായിരുന്നു. എന്നാൽ ഇവിടെ നാം കാണുന്ന യുദ്ധമുതലിന്റെ ഒരു വലിയ വിഭാഗം മറ്റുള്ളവർക്ക് അവരുടെ ഹൃദയങ്ങളെ ഇണക്കുന്നതിനായാണ് നൽകപ്പെട്ടതെന്നാണ്. ഖുറൈശികളിലെ നേതാക്കൾക്കാണ് അത് നൽകിയത്. ചില നിവേദനങ്ങളനുസരിച്ച് മുഴുവൻ ധനവും അന്യർക്കാണ് വിതരണം ചെയ്തത്. ഇതിൽ മറ്റു ചില താല്പര്യങ്ങളും അതിൻ്റെ കാര്യകാരണങ്ങളും ഉണ്ടാകാം. എന്നാൽ അദ്ദേഹം തനിക്കായി ഒന്നും തന്നെ ബാക്കി വെച്ചില്ല, സൂക്ഷിച്ചു വെച്ചില്ലെന്ന് ഇത് ലോകം സാക്ഷിയാണ്. സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്ന വിശ്വസ്തര അനുയായികൾക്ക്, അതായത് മദീനയിലെ അൻസാറുകൾക്ക് പോലും ഈ യുദ്ധം മുതലിൽ നിന്നും ഒന്നും തന്നെ നൽകിയില്ല, അല്ലെങ്കിൽ വളരെ നാമമാത്രമായത് മാത്രമേ നൽകിയുള്ളൂ. ഹുനൈൻ യുദ്ധത്തിന്റെ ദിവസം ഒരു സ്ത്രീ വന്നു, ചില കവിതകൾ ചൊല്ലി. അതിൽ അവൾ ഹവാസിൻ ഗോത്രത്തിൽ അദ്ദേഹം മുലകുടിച്ച ദിവസങ്ങളെക്കുറിച്ച് പരാമർശിച്ചു. അതിനാൽ അദ്ദേഹം ഹവാസിൻകാരോട് വാങ്ങിയ ധനം തിരികെ നൽകി. ആളുകൾക്ക് വളരെയധികം സമ്മാനങ്ങൾ നൽകി. അദ്ദേഹം അവർക്ക് നൽകിയതിന്റെ മൂല്യം 5 ലക്ഷം ദിർഹത്തിന് തുല്യമായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. ഇബ്നു ദേഹ പറയുന്നു, ഇതാണ് ഔദാര്യത്തിന്റെ അങ്ങേയറ്റം. ഇത്തരമൊരു ഔദാര്യത്തെക്കുറിച്ച് ആർക്കും കേട്ടുകേൾവി പോലുമില്ല. ഹവാസിൻ പ്രതിനിധികൾ മുസ്ലിങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയും തങ്ങളുടെ ധനവും തടവുകാരെയും അവർക്ക് തിരികെ നൽകണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പറഞ്ഞു, സത്യം പറയുക എന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. സത്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. 2 കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. തടവുകാരെ തിരികെ വേണമെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ ധനം കൈപ്പറ്റുക. ഞാൻ ജിറാനയിൽ അവരെ കാത്തിരുന്നു. സത്യത്തിൽ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് മടങ്ങിയപ്പോൾ 10ലധികം രാത്രികൾ ഇവർ വന്ന് തങ്ങളുടെ ധനവും തടവുകാരെയും ആവശ്യപ്പെടുമെന്ന് കരുതി കാത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ രണ്ടും തിരികെ നൽകില്ല, മറിച്ച് 2-1 മാത്രമേ നൽകൂ എന്ന് അവർക്ക് ബോധ്യമായപ്പോൾ അവർ പറഞ്ഞു, എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ തടവുകാരെ തന്നെ തിരിച്ചെടുക്കാം. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് അവരെ അഭിസംബോധന ചെയ്തു. അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ സ്തുതിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ സഹോദരന്മാർ പശ്ചാത്തപിച്ച് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു. അവരുടെ തടവുകാരെ അവർക്ക് തിരികെ നൽകുന്നത് ഉചിതമായി ഞാൻ കരുതുന്നു. അതിനാൽ നിങ്ങൾ ആരെങ്കിലും സന്തോഷത്തോടെ തിരികെ നൽകാൻ ആഗ്രഹിക്കുന്നു, തടവുകാരുള്ളവർ തിരിച്ചു നൽകുകയാണെങ്കിൽ അവർ അത് നൽകട്ടെ. നിങ്ങളിൽ ആരെങ്കിലും തൻ്റെ വിഹിതത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, യുദ്ധം മുതലായി കിട്ടിയ തടവുകാരെ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അയാളും തിരികെ നൽകുക. കാരണം അള്ളാഹു നമുക്ക് നൽകുന്ന യുദ്ധം മുതലിൽ നിന്നും അവനുള്ള വിഹിതം പിന്നീട് നാം അവന് നൽകുന്നതാണ്. ആളുകൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഞങ്ങൾ സന്തോഷം ഈ തടവുകാരെ വെറുതെ നൽകുന്നതാണ്. ഞങ്ങൾക്ക് വിഹിതത്തിന്റെ ആവശ്യമേ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ ആരെല്ലാമാണ് ഇതിന് അനുവാദം നൽകിയെന്നും ആരെല്ലാമാണ് ഇനിയും അനുവാദം നൽകാത്തതെന്നും നമുക്ക് കൃത്യമായി അറിയില്ല. നിങ്ങളിപ്പോൾ മടങ്ങിപ്പോവുക. നിങ്ങളുടെ നേതാക്കൾ നിങ്ങളുടെ തീരുമാനം നമ്മുടെ മുന്നിൽ വന്ന് അവതരിപ്പിക്കട്ടെ. അപ്പോൾ ആളുകളൊക്കെ തിരിച്ചു പോയി. ഇവിടെ അദ്ദേഹം വളരെ വലിയ സൂക്ഷ്മതയാണ് കാണിച്ചത്. നിങ്ങളുടെ നേതാക്കളെ അയക്കുക, അവർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറയും. നിങ്ങൾ ശരിക്കും തടവുകാരെ നൽകുന്നുണ്ടോ എന്ന് അവരിലൂടെ അറിയിക്കുക എന്ന് പറഞ്ഞു. അവരുടെ നേതാക്കൾ അവരുമായി സംസാരിച്ചു. പിന്നീട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മടങ്ങി വന്ന് എല്ലാവരും സസന്തോഷം അതിന് സമ്മതിച്ചിരിക്കുന്നു, തടവുകാരെ തിരികെ നൽകാൻ അനുവാദം നൽകിയിരിക്കുന്നു എന്ന് അറിയിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രതിഫലവും കൂടാതെ ഹവാസിൻ തടവുകാരെ സ്വതന്ത്രരാക്കി. അവരെ വെറുതെ സ്വതന്ത്രരാക്കി അയക്കുക മാത്രമല്ല ചെയ്ത് അവർക്ക് പുതിയ വസ്ത്രങ്ങൾ നൽകി. വസ്ത്രങ്ങൾ വാങ്ങാനായി മാത്രം അദ്ദേഹം ഒരു സഹാബിയെ പ്രത്യേകം മക്കയിലേക്ക് അയക്കുകയുണ്ട്. അദ്ദേഹം ഫലാ യഖ്റുജുൽ ഹുറു മിൻഹും ഇല്ലാ കാസിബ, അതായത് അവരിൽ നിന്നും സ്വതന്ത്രനാകുന്നവരാരും തന്നെ വസ്ത്രമില്ലാതെ, നല്ല വേണ്ട വസ്ത്രമില്ലാതെ പോകരുതെന്ന് ചട്ടം കെട്ടുകയുണ്ടായി. ഹദരത്ത് അനസ് ബിൻ മാലിക്കിൽ നിന്ന് നിവേദനം, ഹുനൈൻ യുദ്ധ ദിവസം ആളുകൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയും സഹായമർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്തു. അദ്ദേഹം അവർക്ക് തൻ്റെ ആടുകളിൽ നിന്നും ഒട്ടകങ്ങളിൽ നിന്നും ഉള്ള ധനങ്ങളൊക്കെ നൽകി. ഒന്നും തന്നെ ബാക്കിയായില്ല. പിന്നീട് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ പിശുക്കനായി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹു ആണ്, ഞാൻ പിശുക്കനുമല്ല ഭീരുവുമല്ല നുണ പറയുന്നതിനുമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വർഷത്തിൽ നിന്ന് നാം കാണുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യവും അസ്ഥാനത്തായിരുന്നില്ല. അദ്ദേഹം ചോദിക്കുന്നവർക്ക് നൽകുമായിരുന്നു, ഒരിക്കലും നിരസിക്കുമായിരുന്നില്ല എന്നതിൽ യാതൊരു സംശയമില്ല. എന്നാൽ ചിലപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നവരെ യുക്തിപൂർവ്വം തടയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിറകിലും പല യുക്തികളും താല്പര്യങ്ങളും പ്രവർത്തിച്ചിരുന്നു.
ഉദാഹരണത്തിന് ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ധനം വിതരണം ചെയ്യുകയും ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു വ്യക്തിയെ അവഗണിച്ചു, അവന് ഒന്നും തന്നെ നൽകിയില്ല. ഹദ്റത്ത് സഅദ് ബിൻ വക്കാസ് നിവേദനം ചെയ്യുന്നു, ആ വ്യക്തി എനിക്ക് മറ്റുള്ളവരെക്കാൾ പ്രിയപ്പെട്ടവനായിരുന്നു, ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. മറ്റുള്ളവർക്ക് പകരം അവന് ലഭിക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, താങ്കൾ ഇന്നയാളെ എന്തുകൊണ്ട് ഒഴിവാക്കി? അള്ളാഹുവാണ് ഞാൻ അവനെ ഒരു മുഅ്മിനായി, വിശ്വാസിയെ കണക്കാക്കുന്നത്. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ മുസ്ലിം, അതോ മുസ്ലിമായാണെന്ന് പറയുക. അത് സാദ് പറഞ്ഞു, ഞാൻ അല്പനേരം മൗനം പാലിച്ചു. തുടർന്ന് അവനെക്കുറിച്ച് എനിക്കറിയാമായിരുന്ന കാര്യങ്ങൾ എന്നെ നിർബന്ധിതനാക്കി. ഞാൻ എൻ്റെ വാക്കുകൾ ആവർത്തിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, താങ്കൾ ഇന്നയാളെ ഒഴിവാക്കിയിരിക്കുന്നു, അള്ളാഹുവാണ് ഞാൻ അവനെ ഒരു മൂമിനായി കണക്കാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, മുസ്ലിമായോ എന്ന് പറയുക. പിന്നീട് അവനെക്കുറിച്ച് എനിക്കറിയാമായിരുന്ന കാര്യങ്ങൾ എന്നെ വീണ്ടും നിർബന്ധിച്ചു. ഞാൻ എൻ്റെ വാക്ക് വീണ്ടും ആവർത്തിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മറുപടി തന്നെ നൽകി, ഔ മുസ്ലിമൻ. അതിനുശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലയോ സാദ്, അള്ളാഹു ഒരുവനെ നരകാഗ്നിയിൽ വീഴ്ത്താതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അയാൾക്ക് നൽകുന്നത്. എന്നാൽ മറ്റൊരു വ്യക്തി എനിക്ക് അവനേക്കാൾ പ്രിയപ്പെട്ടവനായിരിക്കും, എന്നാൽ അയാൾക്ക് നൽകുന്നതല്ല. താങ്കൾ പറയുന്നത് ശരിയാണ്, എന്നാൽ മറ്റു പല താല്പര്യങ്ങളും ഇതിന് പിറകിലുണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ നൽകുന്നത്. അവരുടെ ഈമാൻ അല്പം ശക്തമാകാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. ചില ആളുകൾ സമ്മാനങ്ങൾ വാങ്ങിയോ ഭൗതിക നേട്ടങ്ങൾ എടുത്തോ മാത്രമാണ് തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത്. നേരത്തെ അവതരിപ്പിച്ച പല ഉദാഹരണങ്ങളെയും പോലെ തന്നെ ഹദരത്ത് സൈനുൽ ആബ്ദീൻ സയ്യിദ് വലിയുല്ലാ ഷാ സാഹിബ് മുഅ്മിനൻ ഔ മുസ്ലിമൻ, വിശ്വാസിയായോ മുസ്ലിമായോ എന്നതിൻ്റെ വിശദീകരണത്തിൽ ഇപ്രകാരം എഴുതുന്നു. ഇമാം ബുഖാരി ഇതിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിലൂടെ അതേ ഈമാനും ഇസ്ലാമും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഈമാൻ ആന്തരിക അവസ്ഥയുടെ പേരാണ്, അതേസമയം ഇസ്ലാമിൻ്റെ ബന്ധം ബാഹ്യവുമായാണുള്ളത്. അതിനാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മര്യാദ പഠിപ്പിച്ചിരിക്കുന്നു. ആരെക്കുറിച്ചെങ്കിലും സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിൽ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. കാരണം ഉള്ളു കള്ളികൾ അറിയുന്നത് അള്ളാഹു മാത്രമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സ്വഹാബിക്ക് നൽകുന്ന ഉചിതമായി കരുതിയോ അദ്ദേഹം നിഷ്കളങ്കനായ മുഹാജിറായ ഹദരത്ത് ജുഐൽ ബിൻ സുറാഖയായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അദ്ദേഹം പ്രിയങ്കരനായിരുന്നു. എന്നിട്ടും ഹദരത്ത് സാദ് ആവർത്തിച്ച് നിർബന്ധിച്ചിട്ടും അദ്ദേഹം അവർക്ക് ഇങ്ങനെയുള്ള മര്യാദയാണ് പഠിപ്പിച്ചു കൊടുത്തത്. അത് ഈമാനും ഇസ്ലാമും തമ്മിലുള്ള യഥാർത്ഥ അന്തരം സംരക്ഷിക്കാനുള്ള പാഠം നൽകുകയുണ്ടായി. ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ദുർബലരായ ആളുകളെയും പരിഗണിക്കാനുള്ള പാഠം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ടെന്നാണ്. അവർ തങ്ങളുടെ ദൗർബല്യം കാരണം കാലിടറി വീഴാതിരിക്കാൻ വേണ്ടി, അവർ വഴുതേക്കേടിലാകാതിരിക്കാൻ വേണ്ടി, ഒരു ചെറിയ ചെടിക്ക് എത്രമാത്രം സംരക്ഷണം ആവശ്യമുണ്ടോ അത്രമാത്രം ഒരു വടവൃക്ഷത്തിന്, വലിയ മരത്തിന് ആവശ്യമില്ല. ആളുകളുടെ ഈമാനെ വീഴ്ചയിൽ നിന്ന് സംരക്ഷിക്കാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിരുന്നു. ഈ കാര്യത്തിൽ ചില അറിവില്ലാത്ത ആളുകൾ വളരെ തെറ്റായ നിലപാടാണ് സ്വീകരിക്കുന്നത്. വീഴാൻ പോകുന്ന ഒരു മനുഷ്യനെ വീഴാൻ കാരണമാകുന്ന, വഴികേടിലാകാൻ കാരണമായ എല്ലാ പ്രവൃത്തികളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് പകരം അവർ തന്നെ അവൻ്റെ വീഴ്ചക്ക് കാരണമാകുന്നു. കൂടാതെ ഈ ദുർബലരുടെ വിശ്വാസത്തിന്മേൽ പരസ്യമായി ആക്രമണം നടത്തുകയും ചെയ്യുന്നു, കടന്നാക്രമിക്കുന്നു. ഇത് ചില ആളുകളുടെ ശീലമാണ്. ഇപ്രകാരം അവർ കൂടുതൽ ഷോക്ക് നൽകുന്നു, ആഘാതം നൽകുന്നു. ദുർബലമായ വിശ്വാസം ഉള്ളവർ കൂടുതൽ പിന്നോട്ടടിക്കുന്നു. അതിനാൽ ഈ കാര്യം എപ്പോഴും നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിൽ എത്രമാത്രം സൂക്ഷ്മത കാണിച്ചിരുന്നു എന്നാൽ മറ്റൊരാളുടെ മുന്നിൽ ഒരാളുടെ ഈമാനെ പ്രത്യേകം പ്രശംസിക്കുന്നതിൽ നിന്നും അദ്ദേഹം വിലക്കിയിരുന്നു. ചില സമയങ്ങളിൽ മുഖത്ത് നോക്കി പ്രശംസിക്കുന്നത് ആർക്കാണോ പ്രശംസ ലഭിക്കുന്നത് ആ വ്യക്തിക്ക് നാഷ്ടത്തിന് കാരണമാകുമെന്നതിൽ ഉപരി ഒരു തരത്തിലുള്ള ഇങ്ങനെയുള്ള കമ്പാരിസണിലൂടെ, താരതമ്യത്തിലൂടെ ചിലപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസത്തിനും നിലപാടിനും എതിരെയുള്ള ആക്രമണമായി അത് മാറുന്നു. അത് കേട്ടു നിൽക്കുന്നവർക്ക് അവർക്കെതിരെയുള്ള ഒരു അറ്റാക്കായി അത് തോന്നുന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തിൽ 4 പാഠങ്ങൾ പഠിപ്പിച്ചു. ഷാസാബ് എഴുതുന്നു, ഈ 4 പാഠങ്ങൾ ഇവയാണ്. ഇസ്ലാമും ഈമാനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇസ്ലാം സ്വീകരിക്കുന്നത് എന്താണ്? ഈമാൻ ഉൾക്കൊള്ളുന്നത് എന്താണ്? ഒന്ന് ബാഹ്യമായ കാര്യമാണ്, ഒന്ന് ഹൃദയത്തിന്റെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം വാക്കുകളുടെ സന്ദർഭോചിതമായ ഉപയോഗവും പ്രയോഗവും, ഏത് സാഹചര്യത്തിൽ എന്താ വാക്ക് പറയണമെന്നത്. മൂന്നാമത്തെ കാര്യം മുഅല്ലിഫത്തുൽ ഖുലൂബിനെ പരിഗണിക്കുക, അതായത് ഹൃദയങ്ങളെ ഇണക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുക ആർക്കാണോ പ്രയോജനം ലഭിക്കുന്നതെന്ന്, അത് അന്യർക്കും നവാഗതർക്കും നൽകുക. നാലാമത്തെ കാര്യം ചിന്തിക്കാതെയും മനസ്സിലാക്കാതെയും ഒരാളെ പ്രശംസിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ വിശ്വാസത്തിനോ നിലപാടിനോ കോട്ടെന്ന് തട്ടുന്ന രീതിയിൽ ചിന്തിക്കാതെ കണ്ട് പ്രശംസിക്കാതിരിക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ സംഭവവും യുക്തിയുടെയും സംസ്കരണത്തിന്റെയും ഖജനാവാണ്. ഹദരത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാത്ത
സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അദ്ദേഹം പ്രസ്താവിച്ചു. ഈ സ്വഭാവ ഗുണങ്ങളിലൊക്കെ തന്നെ പൂർണ്ണമായ തോതിലുള്ള മിതത്വം കാണപ്പെട്ടിരുന്നു. ഓരോ സ്വഭാവവും അതതിൻ്റെ സ്ഥാനത്തും അവസരത്തിലും വെളിപ്പെടുമായിരുന്നു. ഈ ഉത്തമ സ്വഭാവങ്ങളിൽ നബി തിരുമേനി സല്ലല്ലാഹു ഔദാര്യവും സന്ദർഭോചിതം തന്നെയായിരുന്നു. അവസരത്തിനും സ്ഥാനത്തിനും അനുസരിച്ചായിരുന്നു. കൂടാതെ ത്യാഗവും സന്ദർഭോചിതമായിരുന്നു. അതുപോലെ കാരുണ്യവും സന്ദർഭോചിതമായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി ഔദാര്യത്തിൻ്റെ എണ്ണമറ്റ സംഭവങ്ങളുണ്ട്. അവയിൽ തന്നെ നബി തിരുമേനിയുടെ സ്വഭാവത്തിന് മറ്റു വശങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതായാലും നബി തിരുമേനിയുടെ അധ്യാപനം എത്രത്തോളം സന്തുലിതമാണോ, നബി തിരുമേനിയുടെ ഓരോ പ്രവൃത്തിയും അതിനനുസരിച്ച് സന്തുലിതമായിരുന്നു. അള്ളാഹു നമുക്കും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയുടെ ഓരോ വശവും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സൗഭാഗ്യം നൽകുമാറാട്ടെ. അദ്ദേഹത്തിൻ്റെ മാതൃകകൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് നയിക്കുന്നവരായി നാം മാറട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.